കൊല്ലം കോക്കാട് LPSൽ ഓണത്തിനുള്ള പച്ചക്കറികൾ ഇക്കുറിയും കുട്ടികൾ തന്നെ വിളയിക്കും. വർഷങ്ങളായി മികച്ച പച്ചക്കറി തോട്ടത്തിനുള്ള അവാർഡ് വാങ്ങുന്ന സ്കൂളാണ് കോക്കാട് LPS. പ്രതികൂല കാലാവസ്ഥയിലും കൃഷി തന്നെയാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. പയർ, വെണ്ട, വഴുതന, ചീര, ചേന, ചേമ്പ്, പച്ചമുളക്, വാഴ അങ്ങനെ ഓണത്തിന് വിളവെടുക്കുന്ന എല്ലാത്തരം കൃഷികളും കോക്കാട് LP സ്കൂളിന്റെ മുറ്റത്ത് നിരന്നു കഴിഞ്ഞു. രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ കൃഷിയിറക്കുന്നതും പരിപാലിക്കുന്നതും കുട്ടികൾ തന്നെയാണ്. 7 വർഷമായി കൊട്ടാരക്കര ഉപജില്ലയിലെ ഏറ്റവും മികച്ച പച്ചക്കറിത്തോട്ടത്തിനുള്ള അവാർഡ് വാങ്ങുന്ന സ്കൂൾ കൂടിയാണിത്. പഠനത്തിനൊപ്പം കൃഷിയും പരിപാലനവുമെല്ലാം ഹരിത ക്ലബിന്റെ മേൽനോട്ടത്തിലാണ്. ഓണം ലക്ഷ്യമിട്ടുള്ള പച്ചക്കറി വിത്തുകളുടെ വിതരണം ബ്ലോക്ക് മെമ്പർ ഗിരിജാരാജ് PTA പ്രസിഡന്റ് വിനുവിന് നൽകി ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. എല്ലാ വർഷവും നടത്താറുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ തൈകൾ നൽകുകയുണ്ടായി. ഏറെ അഭിമാനമുണ്ട്. നമ്മുടെ കോക്കാട് LPSലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന 6 പഞ്ചായത്തുകളിലും പെട്ട സ്കൂളുകളിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം കൃഷി നടത്തുകയും അതിന് പ്രഖ്യാപിച്ചിരുന്ന 5000 രൂപയുടെ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്യുകയുണ്ടായി. ഓണത്തിന്റെ വരവറിയിച്ച് ആർപ്പുവിളികളോടെയാണ് കുട്ടികൾ വിത്തുപാകിയത്. കളിസ്ഥലത്തിന്റെ ഒരു വശവും ഉപയോഗശൂന്യമായ സ്കൂൾ കോമ്പൗണ്ടിന്റെ സ്ഥലങ്ങളെല്ലാം കൃഷിക്ക് അനുയോജ്യമാക്കിയെടുത്താണ് വിത്തിറക്കിയത്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് 100 മേനി വിളവിനായുള്ള മികച്ച പരിശ്രമമാണ് PTAയും കുട്ടികളും ചേർന്ന് നടപ്പാക്കുന്നത്. വാർഡ് മെമ്പർ അനില പ്രഭ, HM ഇൻചാർജ് ബീന, SMC ചെയർമാൻ S ബിനു, SMC വൈസ് ചെയർമാൻ സുധീഷ്, PTA അംഗങ്ങൾ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. News 18 പുനലൂർ.